ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിഡ്ലോസ്ക്ക് നമസ്കാരം ഇരിക്കട്ടെ. നല്ല കിടക്കാച്ചി തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇനി വീട്ടിൽ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിടക്കാച്ചി തന്തൂരി ചിക്കൻ നമുക്ക് ഉണ്ടാക്കി അങ്ങ് തകർക്കാൻ ചങ്ങാതിമാർ. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഒരു കാരണവശാലും നമുക്ക് വാരി വിതറൊക്കെ ഇങ്ങ് ലൈക്ക് ചങ്ങാതിമാരെ, കമൻറ്റൊക്കെ അങ്ങ് തകർക്കാൻ എൻ്റെ ചങ്ങാതി. അപ്പം നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതുപോലെ സ്റ്റൈലായിട്ട് എടുത്ത ശേഷം അതിലേക്ക് ഇതുപോലെ സ്നേഹത്തോടെ അങ്ങ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ശേഷം പച്ചമുളക് നല്ലോണം ചതച്ചെടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് കടുകെണ്ണ ഒരു 3 സ്പൂൺ കടുകെണ്ണയായിട്ട് ഇടുന്നുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലായാലും ഒരു കുഴപ്പമില്ല, അങ്ങ് വാരി വിതറുക എൻ്റെ ചങ്ങാതി വരെ. ശേഷം അടുത്ത കലാപരിപാടിയാണ്, ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം. ഇതുപോലെ ചിക്കനിലേക്ക് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഈ സമയത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്ന സെയിം പേരില്ല. അതിലും കൂടി അങ്ങ് തകർക്ക് ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹമല്ലേ എല്ലാം. ഒന്ന് നോക്കട്ടെ, കണ്ണടച്ചങ്ങ് പിടിപ്പിച്ചു. ശേഷം അടുത്ത കലാപരിപാടിന് വേണ്ട ഒരു മസാല ഉണ്ടല്ലോ, ആ മസാല ഉണ്ടാക്കാൻ അതിന് തൈര്, അത് വെള്ളം കളഞ്ഞ തൈര് തന്നെ വേണം കേട്ടോ, കട്ടത്തര ഹാങ്കേഡ് എന്ന് പറയും. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇത്ര സ്പൂൺ ഇടുക. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബ്ലാക്ക് സാൾട്ട്, ജീരക പൗഡർ, ചാട്ട് മസാല, കുറച്ച് ഗരം മസാല, കസ്തൂരി മെത്തി, പിന്നെ മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ ഇത്ര ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പിടാൻ മറക്കല്ല ഒരു കാരണവശാലും. ഇത്ര സാധനം ഇട്ട് നല്ലവണ്ണം കലക്കി ഇതുപോലെ നല്ല കട്ട മസാലയാക്കി എടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ കാരണം കടുകെണ്ണയാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് കടുകെണ്ണ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കടുകെണ്ണ ഇങ്ങോട്ട് ചേർത്ത് ഇതുപോലെ ഒരു സോസ് പോലെ അങ്ങ് ആക്കിയെടുത്ത ശേഷം ചിക്കനിലേക്ക് ഇവനങ്ങ് തേച്ച് പിടിപ്പിക്കാം. സ്റ്റൈലായിട്ട് ചിക്കനിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവനെ നല്ലോണം അങ്ങ് ചിക്കനിലങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക. ഒന്നും നോക്കണം, മസാജ് ചെയ്യുന്ന പോലെ ചിക്കനിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കട്ടക്കങ്ങ് പിടിപ്പിച്ച ശേഷം ഇവനെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാമെങ്കിൽ നല്ലതായിരിക്കും. കാരണം അപ്പോഴേക്ക് ചിക്കനിലേക്ക് ഈ മസാല എല്ലാം കൂടെ പിടിച്ച് ചിക്കന് നല്ലൊരു മണവും എല്ലാ ലെവലിലും, അതുപോലെ ചിക്കനൊന്ന് സോഫ്റ്റായി കിട്ടാനും എല്ലാ രീതിയിലും 2 മണിക്കൂർ കറക്റ്റായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. ഇനി അടുത്ത കലാപരിപാടിയാണ് നമുക്കിനി തീ പിടിപ്പിക്കൽ. നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കുക. നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ബട്ടർ ഇടാമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ബട്ടറും കൂടെ ഇട്ട ശേഷം ചിക്കൻ ഓരോ പീസായിട്ടങ്ങ് വെച്ച് ഇതുപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാരണം എണ്ണ മുകളിലേക്കും കൂടെ ചെല്ലുമ്പോഴേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മാറി നല്ല ലെവലായി കിട്ടും. ഇപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്ന അതേ സ്മെല്ലാണ് വരുന്നത്, തന്തൂർ ഓവൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന അതേ. ഇതൊരു എന്നാ പറയുക, ചെറിയായിട്ട് എണ്ണ ഒഴിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് മൂടി വെക്കണം കുറച്ച് നേരം മൂടി വെച്ച ശേഷം ഇവനങ്ങ് തുറക്കുക. എന്നിട്ട് ഇവനെ വീണ്ടും ഇതുപോലെ തിരിച്ചിടുക. അടി ശ്രദ്ധിക്കേണ്ട സംഭവം സ്ലോ ഫയറിൽ വെച്ച് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചിക്കൻ്റെ വെളിയിലെല്ലാം കൂടെ കരിഞ്ഞു പോയി ഒരു പരുവാകും. സ്ലോ ഫയറിലാകുമ്പോഴേക്ക് അടച്ചു വെക്കുമ്പോഴേക്ക് സ്റ്റീം എല്ലാം കൂടെ കയറി നല്ലവണ്ണം ആകമൊക്കെ ഒന്ന് കുക്കായി സോഫ്റ്റായി കിട്ടും. എന്നിട്ട് ഇച്ചിരി ബട്ടറൊക്കെ ഒന്ന് മുകളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം അടുത്ത പരിപാടി ഇതുപോലെ തന്നെ മൂടി വെക്കുക. മൂടി വെച്ച ശേഷം കുറച്ച് നേരം ഇതുപോലെ തന്നെ മൂടി വെക്കുക. എന്നിട്ട് ഇവനെങ്ങ് പയ്യങ്ങ് തുറന്ന് കഴിക്കുമ്പോൾ എൻ്റെ ചങ്ങാതിമാരെ തന്തൂരി ചിക്കൻ മാറിയിരിക്കും സംഭവം. അതിനേക്കാളും കിട്ടുക സാധനമാണ്. എന്നിട്ട് ഇതുപോലെ ഇച്ചിരി ചട്നി സോസും കൂടെ വെച്ചിട്ട് ആ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിപ്പറിക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ, നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കും. കാരണം നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഈ സാധനം കിട്ടും. എന്നിട്ട് ആ നമ്മുടെ ചട്നിയിലും കൂടെ തേച്ചിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക. എൻ്റെ ചങ്ങാതി സംഭവം മാറി കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന തന്തൂരി, ഓവൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന തന്തൂരി ചിക്കനേക്കാളും കിട്ടുക സാധനമാണ്. നിങ്ങൾ വീട്ടിൽ ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കി അങ്ങ് തകർക്ക്. എന്നിട്ട് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്ക്. സംഭവം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്ന മാർക്കലിൽ സംഭവം കിട്ടുകയാണോ ഒന്നും നോക്കണ്ട, തകർത്തോ ചങ്ങാതിമാരെ.